ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് അപ്പത്തിൻ്റെയും പത്തിരിയുടെയും നൂലപ്പത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു എഗ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. എഗ് സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു കുക്കറിലോട്ട് 2 പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക്, കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ തേങ്ങയുടെ 2 കപ്പ് 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കരയാമ്പൂ, 4 പട്ട, 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ പോർഷനൊന്ന് ഉടച്ചു കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 5 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ എഗ്ഗ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. എല്ലാം കൂടെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തിള വന്നാൽ മതിയാവും. ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ചുകൂടെ വേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതൊന്ന് 1 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടി ഇതിൽ നന്നായിട്ട് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറെല്ലാം എഗ് സ്റ്റ്യൂവിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഈ രീതിയിൽ എഗ് സ്റ്റ്യൂ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.